ഹജ്ജ് ഉംറയെ ഉദ്ദേശിച്ചുകൊണ്ട് മക്കയിൽ ചെല്ലുന്ന ഒരാൾ സ്വാഭാവികമായിട്ടും ഒരു സന്ദർശന സ്ഥലം എന്ന നിലക്ക് മദീനയിൽ പോകാറുണ്ട്. ഹജ്ജിന്റെ ഒരു കർമ്മവും മദീനയിൽ നിർവഹിക്കാനില്ല, ഉംറയുടെ ഒരു കർമ്മവും മദീനയിൽ ചെന്ന് നിർവഹിക്കാനില്ല. എല്ലാ കർമ്മവും മക്കയിൽ തന്നെയാണ്. ഹജ്ജിന്റെ എല്ലാം മക്കയിൽ ഒതുങ്ങുന്നുണ്ട്. പിന്നെ എന്തിനാണ് നമ്മൾ മദീനയിൽ പോകുന്നത്? റസൂലുള്ളാഹിന്റെ ഖബർ കാണാനാണോ? അല്ല. അങ്ങനെ ഒരു യാത്ര നമ്മൾക്ക് അനുവാദമല്ല. അവിടെ സഹാബികൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ അടക്കമുള്ള പല സഹാബികളും ഖബറടക്കിയ അൽ ബഖീഅ്, ജന്നത്തുൽ ബഖീഅ് എന്ന് പറയും. ആ ബഖീഅ് അവിടെ പോയി സന്ദർശിക്കാൻ സലാം പറയാനുമാണോ? അങ്ങനെയും യാത്രയല്ല. പിന്നെ മദീനയിൽ ചെല്ലുന്നതിന്റെ ഒരു ഉദ്ദേശം, പ്രധാന ഉദ്ദേശം മദീനയിലെ പള്ളിയിൽ നമസ്കരിക്കാൻ വേണ്ടി യാത്ര ചെയ്യാം, പ്രത്യേക യാത്ര ചെയ്യാം എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ലാ തുശദ്ദു റിഹാല ഇലാ സലാസത്തി മസാജിദ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ 3 പള്ളികളിലേക്കല്ലാതെ പുണ്യയാത്ര നിർവഹിക്കാവതല്ല. ഒന്ന് മസ്ജിദുൽ ഹറാം, 1,00,000 നമസ്കാരത്തിന്റെ കൂലി. രണ്ടാമത് മദീനയിലെ പള്ളി 1000 നമസ്കാരത്തിന്റെ കൂലി. മൂന്നാമത്തെ ബൈത്തുൽ മഖ്ദിസ് 500 നമസ്കാരത്തിന്റെ കൂലി. അപ്പോൾ മദീനയിൽ പോകുന്നതിന്റെ നമ്മുടെ നിയ്യത്ത് അവിടെ പോയി നമസ്കരിച്ചാൽ 1000 നമസ്കാരത്തിന്റെ കൂലി കിട്ടുമെന്നാണ്. അതിനുവേണ്ടി പുണ്യം പ്രതീക്ഷിച്ച് അങ്ങോട്ട് യാത്ര ചെയ്യാം. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും മസ്ജിദ് നബിയുടെ ഓരത്ത് ആയിഷ റളിയല്ലാഹുവിന്റെ വീടുണ്ടായിരുന്ന ആ ഭാഗത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറുണ്ട്. അതിന്റെ അപ്പുറത്ത് അബൂബക്കറും ഉമർ റളിയല്ലാഹു ഒക്കെ ഉണ്ട്. അവിടേക്ക് നമ്മൾ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും സന്ദർശിക്കാൻ തോന്നാം. സന്ദർശിക്കാൻ ഒരു വിരോധമില്ല. അവർക്ക് വേണ്ടി സലാം ചെല്ലുക, നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അത് വഴിക്ക് കടന്നു പോകുമ്പോൾ അതിന് പറ്റുന്ന ഒരു ഏരിയയാണ് അവിടെ ഉള്ളത്. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ അബൂബക്കർ, അസ്സലാമു അലൈക യാ ഉമർ എന്ന് പറയാനല്ലാതെ വേറൊന്നുമില്ല, മറ്റൊന്നും അവിടെ ചെയ്യാനില്ല. പിന്നെ അവിടെ നിന്ന് ഒരു 100-150 മീറ്റർ അപ്പുറത്താണ് ബഖീഉൽ ഗർഖദ് എന്ന് പറയുന്ന ജന്നത്തുൽ ബഖീ. അവിടെ ഏതാണ്ട് കുറെ സഹാബിമാരൊക്കെ ഖബറടക്കിയിട്ടുണ്ട്. നമുക്ക് ചിലപ്പോൾ കാണാനോ അവിടെ സലാം പറയാനൊക്കെ അവസരം നൽകും. ഖബർ സന്ദർശിക്കുമ്പോഴുള്ള പ്രാർത്ഥന അവിടെ വെച്ച് നടത്താം. അസ്സലാമു അലൈക യാ ദാറ ഖൗമിൽ മുഅ്മിനീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ എന്ന് പറയുന്ന പ്രാർത്ഥന എല്ലാ മഖ്ബറയിലും എത്തുമ്പോഴും എല്ലാ ഖബർ കാണുമ്പോഴും പ്രാർത്ഥിക്കേണ്ടതാണ്. അതേ പ്രാർത്ഥന അവിടെയും നടത്തുക എന്നല്ലാതെ പ്രത്യേകമൊന്നുമില്ല. ഇനി മക്കയിലാണെങ്കിൽ ജന്നത്തുൽ മുഅല്ല, ഖദീജ റളിയല്ലാഹുവിന്റെ അടക്കമുള്ള ഖബറുള്ള സ്ഥലമാണ്. അവിടെ നമുക്ക് സന്ദർശിക്കാം. സന്ദർശിച്ചാൽ നമുക്ക് സലാം പറയാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നല്ലാതെ അവിടെ പ്രത്യേക പരിപാടികളൊന്നുമില്ല. എന്നാൽ ചില സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോഴൊക്കെ ചില സന്ദർഭങ്ങളിൽ ഇവിടെയൊക്കെ ചില ആളുകൾ അവിടുത്തെ ഔദ്യോഗിക നിയമങ്ങളൊന്നും കാണാതെയും അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് ആളുകൾക്ക് ശ്രദ്ധയിൽപ്പെടാതെയും പ്രാർത്ഥിച്ചു കൊടുക്കാൻ വേണ്ടി നിൽക്കാറുണ്ട്. അങ്ങനെ പ്രാർത്ഥിപ്പിക്കേണ്ട സ്ഥലമല്ല, പ്രാർത്ഥിച്ചു കൊടുക്കേണ്ട സ്ഥലമല്ല. ചിലർക്ക് അതിന് ചില്ലറ കൈമുടക്ക് വാങ്ങാറുണ്ട്. ഒന്നും ശരിയല്ല. നമ്മൾ ഖബർ സന്ദർശിക്കുന്നതിനെ പറ്റി അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു വാക്യം, ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ, അത് സന്ദർശിക്കുമ്പോൾ നമുക്ക് പരലോകബോധം ഉണ്ടാക്കും. ഫൈനഹാ തുദക്കിറുകുൽ മൗത്ത്, മരണബോധം ഉണ്ടാക്കും. ഫൈനഹാ തദ്മഉൽ ഐൻ, കണ്ണ് ബാഷ്പം അണിയിക്കും എന്നൊക്കെ പറഞ്ഞ ആ ലക്ഷ്യങ്ങളാണ് ഖബർ സന്ദർശിക്കുമ്പോൾ ഉണ്ടാവേണ്ടത്. ആ പരലോകബോധം വളരാൻ അവിടെ ഉള്ള ആളുകൾക്ക് പ്രാർത്ഥിക്കാൻ ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി. അതിനപ്പുറം അവിടുന്ന് മണ്ണ് വാരി കൊണ്ടുവരാനോ അവിടെ വേറെ എന്തെങ്കിലും ചേഷ്ടകൾ കാണിക്കാനോ യാതൊരു ന്യായമില്ല. അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.